അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 4ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. ഈ പാഠത്തിൽ ഓരോ വരിയുടെയും അർത്ഥം മാത്രമല്ല, ആ പാഠത്തിൽ പറയുന്ന വിഷയങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആവശ്യമായ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഈ റിവിഷൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിലൂടെ അറിയിക്കാം. നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠം 4 ഹും നല്ലഫുൽ ബൈത്ത്. ഈ പാഠത്തിൽ മാലിയായ ഫീലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാലിയായ ഫീലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാണ് മാലിയായ ഫീൽ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ കാലത്ത് നടന്നു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഫീലാണ് മാലിയായ ഫീൽ. മാലിയായ ഫീലിന് 3 അക്ഷരമാണ് ഉണ്ടായിരിക്കുക. അതിന്റെ വഹദാനിലെ ഫീലിന് 3 അക്ഷരമാണ് ഉണ്ടായിരിക്കുക. ഉദാഹരണം കതബ, അവൻ എഴുതി. അതുപോലെ ഫഅല, അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. ജലസ, അവനൊരു പുരുഷൻ ഇരുന്നു. ഇങ്ങനെയുള്ള ഫീലാണ് മാലിയായ ഫീല്. പിന്നീട് ഈ പാഠത്തിന്റെ അവസാനം മുലാരിയ ഫീലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മുഫ്രദ്, ജമ, ഏകവചനം, ബഹുവചനം ചില പദങ്ങളെ പരിചയപ്പെടുത്തുന്നു. കൂടുതലായും മാലിയായ ഫീലാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാലിയായ ഫീൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി ഉണ്ടായതിന്റെ മേൽ സൂചിപ്പിക്കുന്നതാണ് മാലിയായ ഫീൽ. ഇവിടെ പാഠത്തില് മാലിയായ ഫീലിനെ പ്രത്യേകം ചുവന്ന അക്ഷരം കൊണ്ട് എഴുതിയിട്ടുണ്ട്. അസമ, ബദഉ, അസല, കനസ, നല്ലഫാഹു, കനസത, അസലത, ദഅബ, ജാഅ, സനഅതി, തവല്ലഉ, സല്ലു, ജലസു. ഇവയെല്ലാം മാലിയായ ഫീലുകളാണ്. അസമ എന്ന് പറഞ്ഞാല് തീരുമാനിച്ചു. ബദഉ, അവർ തുടങ്ങി. അസല, അവൻ ഒരു പുരുഷൻ കൈകി. അതുപോലെ കനസ, മുറ്റം അടിച്ചു വാരി. നല്ലഫാവു, വൃത്തിയാക്കി. അതുപോലെ ദഅബ, അവൻ പോയി. ജാഅ, അവൻ വന്നു. സനഅതി എന്ന് പറഞ്ഞാല് അവളൊരു സ്ത്രീ ഉണ്ടാക്കി. തവല്ലഉ, അവർ വുളൂ ചെയ്തു. സല്ലു, അവർ നിസ്കരിച്ചു. ജലസു, അവർ ഇരുന്നു. ഇങ്ങനെയുള്ള ഫീലുകള് എല്ലാം ആ പ്രവൃത്തി കഴിഞ്ഞതിന്റെ മേലാണ് അറിയിക്കുന്നത്. ഇനി നമുക്ക് പാഠം വായിച്ച അർത്ഥം പറഞ്ഞു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കേൾക്കുക. അദ്ദർസു റാബി, പാഠം 4 ഹും നല്ലഫുൽ ബൈത്ത്, അവർ വീട് വൃത്തിയാക്കി. ഫി യൗമി ഉത്തുലത്തിൻ, ഒരു അവധി ദിനത്തിൽ. അസമ ഔലാഉൽ ഉസ്രതി, കുടുംബാംഗങ്ങൾ തീരുമാനിച്ചു. അൻ യുനല്ലിഫുൽ ബൈത്ത വ ഹൗലഹു, വീടും പരിസരവും വൃത്തിയാക്കാൻ. ബദഉ തൻലീഫ, അവർ വൃത്തിയാക്കൽ തുടങ്ങി. വഅസലല്ലാഹുൽ കബീറു അസാസൽ ബൈത്തി, മൂത്ത സഹോദരൻ വീട്ടുപകരണങ്ങൾ കൈകി. വൽ അഖവാനി സഗീറാനി, 2 ഇളയ സഹോദരന്മാർ. ഹുമാ കനസ ഫിനാൽ ബൈത്തി, അവർ 2 പേരും വീടിന്റെ മുറ്റം അടിച്ചു വാരി. വനല്ലഫാഹു, മുറ്റം വൃത്തിയാക്കി. വൽ ഉഖ്താനി ഹുമാ കനസത വഅസലത ഉറഫൽ ബൈത്ത്, 2 സഹോദരിമാർ, അവർ 2 പേരും വീട്ടിലെ റൂമുകൾ അടിച്ചു വാരുകയും കഴുകുകയും ചെയ്തു.
ദഹബൽ വാലിദു ഇല സൂക്കി, പിതാവ് അങ്ങാടിയിലേക്ക് പോയി. വജാബിൽ അറുസി വൽ ഖളറാവാത്ത്, അരിയും പച്ചക്കറിയുമായിട്ട് വന്നു. വസനത്തിൽ വാലിദത്തു ത്വആമ, മാതാവ് ഭക്ഷണം തയ്യാറാക്കി. തൻലീഫി തവല്ലൗ, വൃത്തിയാക്കിയ ശേഷം അവർ വുളൂ ചെയ്തു. വസല്ലു സലാത്തുൽ ളുഹ്രി, അവർ ളുഹ്ർ നിസ്കാരം നിസ്കരിക്കുകയും ചെയ്തു. സുമ്മ ജലസു വതനാവലു തആമ, പിന്നെ അവർ ഇരുന്നു ഭക്ഷണം കഴിച്ചു. വബാദൽ അക്കിലി ദഹബത്തിൽ വാലിദത്തു വൽ ഉഖ്താനി ഇലൽ മത്ബഖ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉമ്മയും രണ്ട് സഹോദരിമാരും അടുക്കളയിലേക്ക് പോയി. വാസനൽ ആവാനിയ, അവർ പാത്രങ്ങൾ കഴുകി. ഹയ്യ നഖറവ്, നമുക്ക് വായിക്കാം. ഇനി ചില മാലിയ ഫീലുകളും അതിന്റെ അർത്ഥങ്ങളും പരിചയപ്പെടാം. നന്നായിട്ട് ഇത് പഠിക്കണം. അസമ, തീരുമാനിച്ചു. വസല, കൈകി. ലഅബ, പോയി. സനഅത്ത്, ഉണ്ടാക്കി. ജാഅ, വന്നു. കനസ, അവർ രണ്ടുപേരും അടിച്ചുവാരി. കനസത, അവർ രണ്ട് സ്ത്രീകൾ അടിച്ചുവാരി. വസലത്ത, അവർ രണ്ട് സ്ത്രീകൾ കഴുകി. നല്ലഫ, അവർ രണ്ടുപേര് വൃത്തിയാക്കി. സല്ലു, അവർ നിസ്കരിച്ചു. ജലസു, അവർ ഇരുന്നു. ബദൗ, അവർ തുടങ്ങി. തവല്ലൗ, അവർ വുളൂ ചെയ്തു. ദഅബന, അവർ പല സ്ത്രീകൾ പോയി. അസല്ല, അവർ പല സ്ത്രീകൾ കഴുകി. നുക്കമ്മിലു കമാഫിൽ മിസാലി, ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ പൂർത്തിയാക്കാം. സർഫാക്ക, ഓരോ മാലിയ ഫീലും സർഫാക്കാനുള്ളതാണ്. അസമ, അസമ, അസമു. അസമത്ത്, അസമത, അസംന. ذهب ذهبا ذهبوا. ذهبت ذهبتا ذهبنا. جلس جلسا جلسوا. جلست جلستا جلسنا. كنس كنسا كنسوا. كنست كنستا كنسنا. تولى تولى تولوا. تولى تولأت തവല്ലാത്ത തവല്ലാഇന. അസമ, തീരുമാനിച്ചു. ദഅബ, പോയി. ജലസ, ഇരുന്നു. കനസ, മുറ്റം അടിച്ചുവാരി. തവല്ല, വുളൂ ചെയ്തു. അസമ, അവൻ ഒരു പുരുഷൻ തീരുമാനിച്ചു. അസമ, അവർ രണ്ട് പുരുഷന്മാർ തീരുമാനിച്ചു. അസമു, അവർ പല പുരുഷന്മാരും തീരുമാനിച്ചു. അസമത്ത്, അവൾ ഒരു സ്ത്രീ തീരുമാനിച്ചു. അസമത്ത, അവർ രണ്ട് സ്ത്രീകൾ തീരുമാനിച്ചു. അസംന, അവർ പല സ്ത്രീകളും തീരുമാനിച്ചു. ദഅബ, അവൻ ഒരു പുരുഷൻ പോയി. ദഅബ, അവർ രണ്ട് പുരുഷന്മാർ പോയി. ദഹബു, അവർ പല പുരുഷന്മാരും പോയി. ദഅബത്ത്, അവൾ ഒരു സ്ത്രീ പോയി. ദഅബത്ത, അവർ രണ്ട് സ്ത്രീകൾ പോയി. ദഅബന, അവർ പല സ്ത്രീകളും പോയി. ജലസ, അവനൊരു പുരുഷൻ ഇരുന്നു. ജലസ, അവർ രണ്ട് പുരുഷന്മാർ ഇരുന്നു. ജലസു, അവർ പല പുരുഷന്മാരും ഇരുന്നു. ജലസത്ത്, അവളൊരു സ്ത്രീ ഇരുന്നു. ജലസത്ത, അവർ രണ്ട് സ്ത്രീകൾ ഇരുന്നു. ജലസ്ന, അവർ പല സ്ത്രീകളും ഇരുന്നു. കനസ, അവനൊരു പുരുഷൻ മുറ്റം അടിച്ചുവാരി. കനസ, അവർ രണ്ട് പുരുഷന്മാർ മുറ്റം അടിച്ചുവാരി. കനസു, അവർ പല പുരുഷന്മാരും മുറ്റം അടിച്ചുവാരി. കനസത്ത്, അവളൊരു സ്ത്രീ മുറ്റം അടിച്ചുവാരി. കനസത്ത, അവർ രണ്ട് സ്ത്രീകൾ മുറ്റം അടിച്ചുവാരി. കനസ്ന, അവർ പല സ്ത്രീകളും മുറ്റം അടിച്ചുവാരി. അവനൊരു പുരുഷൻ വുളൂ ചെയ്തു. തവല്ല, അവർ രണ്ട് പുരുഷന്മാർ വുളൂ ചെയ്തു. തവല്ലോ, അവർ പല പുരുഷന്മാരും വുളൂ ചെയ്തു. തവല്ലത്ത്, അവളൊരു സ്ത്രീ വുളൂ ചെയ്തു. തവല്ലഅത, അവർ രണ്ട് സ്ത്രീകൾ വുളൂ ചെയ്തു. തവല്ലഅന, അവർ പല സ്ത്രീകളും വുളൂ ചെയ്തു. നുക്കമ്മിലു ബിസിയത്തിൽ മുനാസിബത്തി മിനൽ മുറബ്ബ്,
കള്ളിയിൽ നിന്ന് യോജിച്ച പദം കൊണ്ട് പൂർത്തിയാക്കാം. കതബ, ജലസ്ന, അക്കലു, ഖറഅ, ജാഉ, നസറത, ഫതഹത്ത്, നളറത്ത്. സാലിമുൻ ഖറഅൽ ഖുർആന. സാലിം ഖുർആൻ ഓതി. അൽ ബിന്തു ഫതഹത്ത് ബാബൽ ബൈത്തി. പെൺകുട്ടി വീടിന്റെ വാതിൽ തുറന്നു. അത്വാലിബാനി കത്തബ ദർസ. രണ്ട് വിദ്യാർത്ഥികൾ പാഠം എഴുതി. അൽ ഉഖ്താനി നസറത ജദ്ദത്തുഹുമ. രണ്ട് സഹോദരിമാർ അവിടെ വല്യമ്മയെ സഹായിച്ചു. അൽ അത്ഫാലു അക്കലുൽ അസ്മാറ. കുട്ടികൾ പഴങ്ങൾ തിന്നു. അത്വാലിബാത്തു ജലസ്ന അൽ മഖാദി. വിദ്യാർത്ഥിനികൾ ബെഞ്ചിലിരുന്നു. ഇവിടെ ഈ ഉദാഹരണങ്ങൾ അർത്ഥങ്ങൾ കുട്ടികൾ പഠിക്കണം. ഇവിടെ നീല കളറിൽ കൊടുത്തിരിക്കുന്ന ഖറഅ, ഫതഹത്ത്, കതബ, നസറത, അക്കലു, ജലസ്ന. ഇവിടെ ഓരോന്നും അനുയോജ്യമായത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ സാലിമുൻ എന്നുള്ളത് ഒരു ആൺകുട്ടിയെ കുറിച്ച് പറയുന്നു, അതുകൊണ്ട് ഖറഅ എന്ന് എഴുതി. അൽ ബിന്ത് പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഫതഹത്ത് ഉപയോഗിച്ചു. ത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ, കതബ. അൽ ഉഖ്താനി രണ്ട് സഹോദരിമാര് ആയതുകൊണ്ട് നസറത്ത എന്ന് ഉപയോഗിച്ചു. അൽ അത്ഫാലു കുറെ കുട്ടികളുണ്ട്, ആൺകുട്ടികള്, അതുകൊണ്ട് അക്കലു എന്ന് ഉപയോഗിച്ചു. അത്വാലിബാത്തു കുറെ പെൺകുട്ടികള്, അതുകൊണ്ട് ജലസ്ന ഉപയോഗിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് മാദിയായ ഫീലിനെ സർഫാക്കാനും പഠിച്ചു. അതിൽ ഒന്നാമത്തെ പദത്തിന് മുഫ്രദ് എന്നും രണ്ടാമത്തെ പദത്തിന് മുസന്ന എന്നും മൂന്നാമത്തെ പദത്തിന് ജംഉ എന്നും പറയും. ആദ്യത്തെ മൂന്നെണ്ണം മുദക്കർ പുരുഷന്മാരെ കുറിച്ച് പറയുന്നതാണ്, അതുകൊണ്ടാണ് മുദക്കർ എന്ന് പറയാം. ഫാല അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. ഫാല അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫാലു അവർ പല പുരുഷന്മാരും പ്രവർത്തിച്ചു. ഇനി അടുത്ത മൂന്നെണ്ണം സ്ത്രീകളെ കുറിച്ച് പറയുന്നത് കൊണ്ട് അതുകൊണ്ട് മുഅന്നസ് എന്ന് പറയും. ഉദാഹരണം ഫാലത്ത് അവളൊരു സ്ത്രീ പ്രവർത്തിച്ചു. ഫാലത്ത അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫാലിന അവർ പല സ്ത്രീകളും പ്രവർത്തിച്ചു. ഇവിടെ ഫാല അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു, മുഫ്രദ് ഒരാളെ കുറിച്ചാ പറയുന്നത്. ഫാല അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു, രണ്ടാളെ കുറിച്ച് പറയുന്നത് കൊണ്ട് മുസന്ന എന്ന് പറയുന്നു. ഇനി രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഫാലു അവർ പല പുരുഷന്മാരും പ്രവർത്തിച്ചു, ജംഉ എന്ന് പറയും. ഫാലത്ത് അവളൊരു സ്ത്രീയെ കുറിച്ച് പറയുന്നു, അത് ഒരാളെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് മുഫ്രദ്. ഫാലത്ത അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു, മുസന്ന. ഫാലിന അവർ പല സ്ത്രീകളും പ്രവർത്തിച്ചു, ജംഉ. ഇനി ഇതുപോലെ ദറസ എന്നുള്ളത് നമ്മൾ എഴുതണം. ദറസ, ദറസ, ദറസു, ദറസത്ത്, ദറസത്ത, ദറസ്ന. ഇനി ഒരു വാക്യം ആകുന്ന രീതിയിൽ യോജിപ്പിച്ച് എഴുതുക. ക്രമം തെറ്റിച്ചു കൊടുത്തിട്ട് ക്രമത്തിലാക്കി എഴുതുക. അൽ മുസ്ലിമൂന ദഅബു ഇലൽ മക്ക. മുസ്ലിങ്ങൾ മക്കയിലേക്ക് പോയി. അൽ ബനാത്തു ഹുന്ന തവല്ലന. പെൺകുട്ടികൾ വുളൂ ചെയ്തു. ഇനി അറബിൽ എഴുതുക. അവൻ ചായ കുടിച്ചു, ശരിബ ചായ. അവർ രണ്ട് പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി. അൽ ബിൻതാനി ദഅബത ഇലൽ മദ്രസത്തി. ഇനി നമുക്ക് മാലിയായ ഫീൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് മുലാരി എഴുതുക. അസമ യഅസിമു, വസല യഅസിലു, ദഅബ യദ്ഹബു, കനസ യകുനസു, ജാഅ യജീഉ, ജലസ യജ്ലിസു, സനഅ യസ്നഉ, ബദഅ യബ്ദഉ, സല്ല യുസല്ലി. ഇനി ബഹുവചനം ജംഉ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് ഏകവചനത്തിലേക്ക്
മാറ്റുന്നത് ശ്രദ്ധിക്കുക. അയ്യാമുൻ യോമുൻ, അയ്യാമുൻ ദിവസങ്ങൾ, യോമുൻ ഒരു ദിവസം. ഇഹ്വത്ത് സഹോദരന്മാര്, അഹുൻ ഒരു സഹോദരൻ. അവാനിൻ പാത്രങ്ങള്, ആനിയത്തിന് പാത്രം. അഹ്ലാവുൻ അംഗങ്ങൾ, ഒലുവൻ അംഗം. ബുയൂത്ത് വീടുകള്, ബൈത്ത് വീട്. ഉറഫൻ റൂമുകള്, ഉർഫത്തൻ ഒരു റൂം. ഇനി ഖുർആൻ ഓതുക, ഖുർആനിലെ ആയത്തുകൾ ഓതുക, അതിൽ നിന്ന് മാലിയാഫിയിൽ കണ്ടുപിടിക്കുക. കൈഫ ഫഅല റബ്ബുക, അതിൽ ഫഅല എന്നുള്ളതാണ് മാലിയാഫിയിൽ. തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ്, അവിടെ തബ്ബത്താണ് മാലിയാഫിയിൽ. ലൗ കാന ഫീമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസത, ഈ ആയത്തിൽ ലഫസദത എന്നുള്ളതാണ് മാലിയാഫിയില്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഇവിടെ ജാഅ എന്നുള്ളതാണ് മാലിയാഫിയില്. ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, ഇവിടെ ആമനു എന്നുള്ളതും അമിലു എന്നുള്ളതും മാലിയാഫിയിലാണ്. വഖത്തന ഐദിയഉന്ന വകുൽന ഹാസലില്ലാഹി, ഇവിടെ ഖത്തന എന്നുള്ളതും വകുൽന എന്നുള്ളതും മാലിയാഫിയില് ആകുന്നു. അവസാനം ഒരു സെന്റൻസ് അതിന്റെ മുകളിലൂടെ ഇത്, അതിന്റെ അടിയിൽ അത് പകർത്തിയത്. ദാബൽ വാലിദ് ഇല സൂഖി വജാബിൽ അർസി വൽ ഖലറാവാത്ത്. നന്നായി പഠിക്കാം. നന്നായി പഠിച്ചതിന് ശേഷം വീണ്ടും പാഠം ഒരു പ്രാവശ്യം വായിക്കണം. അതിന്റെ അർത്ഥങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കുക. സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.